ഹായ് ടുഡേസ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് നിഫ്റ്റി തന്നെ പരിശോധിക്കാം. നാളത്തേക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ലെവലുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് ചാൻസുകൾ എന്തായിരുന്നു എന്ന് നോക്കാം. ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ ഇന്ന് 3 പോയിന്റുകൾക്കാണെങ്കിലും ഒരു എവർ ടൈം ഹൈ നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് തന്ന് ഒരു ബൈങ് ചാൻസ് ഈ ലെവലിൽ നിന്നും ചെറിയ ഒരു ലെവലിന് മാത്രം ഒരു ബൈങ് ചാൻസ് തന്നിരുന്നു. അതിനുശേഷം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഒരു ഷോർട്ട് എടുത്തു, സ്റ്റോപ്പ് ലോസ് ആയി ഡേയ്സ് ഹൈ കൊടുത്തു. കൃത്യമായും ഡേയ്സ് ലോ ആയിരുന്നു ടാർഗറ്റ് ലെവൽ. എന്നാൽ നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ലെവലിലേക്ക് കൃത്യമായി മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ട്രേഡിംഗ് ചാൻസ് ആയിരുന്നു. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു PEയിൽ മൾട്ടിപ്പിൾ ടൈം എൻ്റർ ചെയ്യാൻ പലർക്കും അവസരം ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ആകെ 102 പോയിന്റിന് മൂവ്മെൻ്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നതെങ്കിൽ പോലും സാമാന്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,512 എന്ന ലെവലാണ് പ്രധാന, അല്ലെങ്കിൽ ആദ്യമായി നമുക്ക് ലഭിച്ചേക്കാവുന്ന ഒരു റെസിസ്റ്റൻറ്റ് സോണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലോയായ 22,427 എന്ന ലെവലാണ് ആദ്യത്തെ പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയും ഈ ലെവലിന് മുകളിൽ കയറി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു, ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ എന്ന് ഫീൽ ചെയ്താൽ ഒരു CE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്നലെയും നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. 22,609, 668 എന്ന ലെവലുകളാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. എന്നാൽ ഈ ലെവലിന് താഴെ 22,427 താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആദ്യത്തെ ടാർഗറ്റ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. കാണാമെന്ന് കരുതുന്നു. 22,376, 22,299, 300, 22,264 എന്നീ ലെവലുകളാണ്. എന്നാൽ 22,264 നല്ല സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോണാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കും നമ്മുടെ നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവൽ എന്ന് പരിശോധിക്കാം. 47,648 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 47,476 ആണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് സോണായി കണക്കാക്കിയിട്ടുള്ളത്. ഈ ഏരിയയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതൊരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിന് മുകളിൽ 47,648 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ ട്രെൻഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവ 47,725, 47,858, 48,165 എന്നിവയാണ് കാണാമെന്ന് കരുതുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ നമുക്കൊരു സെല്ലിംഗ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെ സെല്ലിംഗ് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ്
ഈ ലെവലിന് താഴെ 47,433 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുമ്പോൾ PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവ 47,363, 47,217, 47,080, 46,995 എന്നിങ്ങനെയാണ്. അടുത്തതായി നമുക്ക് സെൻസെക്സിൽ എന്തൊക്കെയാണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 74,255 എന്ന ലെവലാണ് ആദ്യത്തെ പ്രധാന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 73,898 എന്ന ലെവലാണ്, അതായത് ഇന്നത്തെ ഹൈയും ലോയും ആണ് ഈ പോയിന്റുകൾ. ഇവ തന്നെയാണ് പ്രധാനമായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി വരിക. ആദ്യമായി നമ്മൾ കണക്കാക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ ലെവലുകളായിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അല്ലെങ്കിൽ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ്, ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നമുക്ക് തരുന്നു എന്ന ഒരു കൺവിക്ഷൻ ലഭിക്കേണ്ടുന്ന പ്രധാന ലെവൽ എന്ന് പറയുന്നത് 74,255 എന്ന ഈ തിക്ക് ബ്ലൂ ലൈനിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകൾ ട്രെൻഡ് അപ്വേർഡ് ആണെങ്കിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. കാണാമെന്ന് കരുതുന്നു. അവ 74,489, 74,691 എന്നീ ലെവലുകളാണ്. എന്നാൽ നാളെ ഈ ലെവലിൽ ഒരു ഓപ്പണിംഗ് നൽകിയതിനു ശേഷം, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ട്രെൻഡ് ഡൗൺവേർഡ് എന്നുള്ള കൺവിഷൻ ലഭിക്കാൻ വേണ്ടി ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 73,898 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ തുടർന്ന് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് ഡിക്ലൈൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 73,643, 73,465, 73,389, 73,275 എന്ന ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇന്നും പതിവ് പോലെ വാട്സപ്പ് ചാനലിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ കരുതിയിരുന്ന ലെവലുകൾ കൃത്യമായും നിഫ്റ്റിയാണ് പ്രധാനമായും ഞാൻ ട്രേഡ് ചെയ്യുക. ആ ലെവലുകൾ കൃത്യസമയത്ത് തന്നെ ചാനലിൽ രേഖപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും അത് ഷെയർ ചെയ്തിരുന്നു. പലരും അത് ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. അവരവരുടെ റിസ്കിൽ. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സന്ദർശിക്കാവുന്നതാണ്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് കൃത്യമായി ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വാട്സപ്പ് ചാനലിലൂടെ ഞാൻ അവയ്ക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ മറുപടികൾ നൽകുന്നതാണ്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.